ആകാശമണ്ഡലങ്ങളിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ ചന്ദ്രനെക്കുറിച്ച് പഠിക്കുവാൻ, ചന്ദ്രനിൽ കാലുകുത്തുവാൻ ചന്ദ്രന് ചുറ്റും വലം വയ്ക്കുമ്പോൾ ലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറേ അവർ ഭൂമിയെ കണ്ടു. ഫുട്ബോൾ ആകൃതിയിലാണ് അവർ ഭൂമിയെ കണ്ടത്. ബ്ലൂ മാർബിൾ എന്നാണ് അവർ ഭൂമിയെ വിശേഷിപ്പിച്ചത്. അതുപോലെ വർണ്ണത്തിൽ ആയിരുന്നു അവരതിനെ കണ്ടത്. അവർക്കൊരു ഫുട്ബോളിനെ പോലെയാണ് ഭൂമിയെ കാണാൻ കഴിഞ്ഞത്. അത്ര ചെറുതായിരുന്നു. അങ്ങ് ലക്ഷം കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് അവർ കണ്ട കാഴ്ച. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ഭൂമിയെ സൃഷ്ടിച്ച യഹോവ മനുഷ്യനെ കാണുന്നത്. ചന്ദ്രനുമപ്പുറം ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? മനുഷ്യൻ വളരെ ദൂരെ നിന്ന് കാഴ്ച കണ്ടതൊരു ഫുട്ബോൾ ആകൃതിയിൽ ഭൂമി ഇരിക്കുന്നതാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവം അങ്ങ് സ്വർഗത്തിൽ നിന്ന് കാഴ്ച കാണുകയാണ്. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. നിന്റെ നടപ്പും കിടപ്പും ഞാൻ ശോധന ചെയ്യുന്നു. നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ പോലും എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ കാണാം. മനുഷ്യൻ കാണുന്ന പോലെയല്ല കേട്ടോ. അങ്ങ് ദൂരെ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ തലയിലെ മുടി കൊഴിയുന്നതറിയാം. എത്രാമത്തെ മുടിയാണ് ഇന്ന് പകൽ കൊഴിഞ്ഞതെന്നറിയാം. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയവനായ ദൈവത്തിൻ്റെ ദൃഷ്ടിക്ക് മുൻപിൽ ചലിക്കുന്ന നിങ്ങൾ അറിയണം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങളുടെ പിതാവാണ് നിങ്ങളെ നോക്കുന്നത്. ആരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയാൽ ദൈവം അകറ്റി നിർത്തില്ല. ആരൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചാലും ദൈവം ഉപേക്ഷിക്കില്ല. നിങ്ങളൊരു പൊടി പോലെ, ഒരു പൊട്ടുപോലെ അങ്ങ് ദൂരെ നിന്ന് നോക്കിയാൽ അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വീണ്ടെടുക്കാൻ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിൽ വന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുത്തത് നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ആ ചങ്കിലെ ചോര മുഴുവനായി നിങ്ങൾക്ക് തന്നത് മറക്കാൻ കഴിയുമോ? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ജീവനാണ്, അത് ദൈവശക്തിയാണ്. ഇന്ന് പകൽ നിങ്ങൾ ശക്തിപ്പെട. നിന്നെ കാണുന്നൊരു കണ്ണുണ്ട്, നിന്നെ അറിയുന്നൊരു സ്വർഗമുണ്ട്. അതുകൊണ്ട് പറയണം, എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാണ്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നുമില്ല. സംഭവിക്കുന്നത് മുഴുവനും നന്മയ്ക്കാണ്. വിശ്വാസത്തോടെ വചനം സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.